കൗമാരക്കാരിലെ പ്രണയം കുരങ്ങിന്റെ കയ്യിൽ കിട്ടിയ പൂമാല പോലെയാണ്. മാലയുടെ മൂല്യം കുരങ്ങനറിയില്ല. എന്നാൽ കൗതുകം കൊണ്ട് അതൊട്ട് കൈവിടാൻ തോന്നുന്നുമില്ല. ഒന്നുകിൽ സ്വയമേ മാല വാടിക്കരിയും, അല്ലെങ്കിൽ കശക്കി വലിച്ചെറിയും. രണ്ടായാലും പ്രണയത്തിന് അകാല മരണം ഉറപ്പ്. മനുഷ്യ ജീവിതത്തിന്റെ പ്രാണനാണ് പ്രണയം. പ്രണയം എന്ന വാക്കുണ്ടാവുന്നത് തന്നെ പ്രാണൻ എന്ന വാക്കിൽ നിന്നാണ്. എന്നാൽ മനുഷ്യരിലെ തികച്ചും സ്വാഭാവികമായ ഈ വികാരം കൗമാരക്കാരുടെ കയ്യിലെത്തുമ്പോൾ വളരെ അപകടകാരിയായി മാറുന്നു. അതിന് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പ്രശ്നം അവരുടെ പ്രായത്തിൻ്റെതാണ്. ആ പ്രായത്തിൽ അവർ എത്തിച്ചേരുന്ന മാനസിക അവസ്ഥകളുടേതാണ്. അതിവൈകാരികമാണ് കൗമാരം. തീവ്രമായ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും മുന്നും പിന്നും നോക്കാതെയുള്ള ഒരു പാച്ചിലാണ് അതിൻ്റെ ഒരു രീതി. ആഗ്രഹിച്ചത് എന്താണോ അത് അപ്പോൾ കിട്ടണം. പഠിപ്പിലായാലും പ്രണയത്തിലായാലും കാത്തിരിപ്പിന്റെ പ്രശ്നമേ ഉദിക്കുന്നില്ല. വീട്ടിൽ നിന്ന് കിട്ടാത്തത് അങ്ങാടിയിൽ നിന്ന് കിട്ടുമ്പോൾ രണ്ട് കൈയും നീട്ടി വാങ്ങിപ്പോകും. കൗമാര പ്രണയത്തിന്റെ അടിസ്ഥാന കാരണങ്ങൾ തിരയുമ്പോൾ നാം എത്തിച്ചേരുന്നത് ഈ തത്വത്തിലേക്കാണ്. വീട്ടിൽ നിന്ന് കിട്ടാത്ത സ്നേഹവും മാനസിക പിന്തുണയും മറ്റുള്ളവരിൽ നിന്ന്, പ്രത്യേകിച്ച് എതിർ ലിംഗത്തിൽപ്പെട്ടവരിൽ നിന്ന് കിട്ടുമ്പോൾ കുട്ടികൾ അവരുമായി കൂടുതൽ അടുക്കുന്നു. ഈ അടുപ്പം പ്രണയമായി മാറുന്നു. ജീവിതം അതിവേഗം ഓടിക്കൊണ്ടിരിക്കുന്നു. ആർക്കും ഒന്നിനും നേരമില്ല. ആ ഓട്ടത്തിനിടയിൽ മക്കളെ നോക്കാൻ മാതാപിതാക്കൾക്ക് നേരമില്ല. അണുകുടുംബത്തിലെ അച്ഛനമ്മമാരുടെ പെടാപ്പാട് പറഞ്ഞറിയിക്കേണ്ടതില്ലല്ലോ. അതിനാൽ കുട്ടികളുടെ കൂടെ സമയം ചെലവഴിക്കാനോ അവരെ വേണ്ട പോലെ ശ്രദ്ധിക്കാനോ അവർക്ക് കഴിയുന്നില്ല. കൗമാരം ഹോർമോൺ വ്യതിയാനങ്ങളുടെ പൂക്കാലമാണ്. ശാരീരികവും മാനസികവുമായ മാറ്റങ്ങൾ അവരിൽ പുതിയ സൗന്ദര്യ സങ്കല്പങ്ങൾ സൃഷ്ടിക്കുന്നു. ഈ സമയത്താണ് അവർക്ക് എതിർ ലിംഗക്കാരോട് അടക്കാനാവാത്ത ആകർഷണം തോന്നുന്നത്. വീട്ടിൽ നിന്ന് കിട്ടേണ്ട സ്നേഹ പരിചരണങ്ങൾ എതിർ ലിംഗക്കാരിൽ നിന്ന് കിട്ടുമ്പോൾ പൂന്തേനിൽ പൂമ്പാറ്റ പോലെ അവരതിൽ വീണുപോകുന്നു. പ്ലാറ്റോണിക് പ്രണയമായി തുടങ്ങുന്ന ബന്ധങ്ങൾ പിന്നീട് വഴിമാറി റൊമാൻറ്റിക് ആവുന്നു. അതോടെ ദിവ്യമായ അനുരാഗം ആത്മാവിനെ വിട്ട് ശരീരത്തിലേക്ക് കുടിയേറുന്നു. പിന്നെ തരം കിട്ടിയാൽ ഒന്ന് തൊട്ടു നോക്കാനും മടിയില്ലാതാവുന്നു. ഈ അവസ്ഥ എത്തുമ്പോഴേക്കും പ്രണയപ്പനിയുടെ ചൂട് പറ്റെ കുറഞ്ഞിട്ടുണ്ടാവും. പ്രണയനിലാവ് പോയി അകൽച്ചയുടെ അമാവാസി തുടങ്ങുകയായി. ആദ്യം സംശയം, പിന്നെ വെറുപ്പ്, അവസാനം വിഷമോ ആസിട്ടോ. അതോടെ തകരുന്നത് ഒരു ബന്ധം മാത്രമല്ല, രണ്ട് ജീവിതങ്ങൾ കൂടിയാണ്. കുട്ടികളുടെ പ്രണയം മാതാപിതാക്കൾ അറിയുന്നത് ഏറെ വൈകിയാണ്. സ്കൂൾ വിട്ട് അങ്ങാടിയും കടന്ന് ഇനി അറിയാൻ ആരും ബാക്കിയില്ല എന്ന ഘട്ടത്തിലാണ് അവർ വിവരം അറിയുക. പക്ഷെ അപ്പോഴേക്കും പ്രണയവണ്ടി ഏറെ ദൂരം മുന്നിലെത്തിയിട്ടുണ്ടാവും. ഏത് മാതാപിതാക്കളും ആദ്യം ചെയ്യുന്നത് കുട്ടികളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനാണ്. അതിനുവേണ്ടി ബലപ്രയോഗം നടത്താനും അവർക്ക് മടിയില്ല. അതോടെ കുട്ടികളുടെ വീറും വാശിയും കൂടുന്നു. ഒടുവിൽ വീട് ഒരു യുദ്ധക്കളമായി മാറുന്നു. അച്ഛനമ്മമാർ ആദ്യം വേണ്ടത് മക്കളെ വിശ്വാസത്തിലെടുക്കുകയാണ്. മുൻവിധികളില്ലാതെ മനസ്സ് തുറന്ന് അവരോട് സംസാരിക്കുക, അവരെ വിശദമായി കേൾക്കുക. അതോടെ അവർക്ക് ബന്ധത്തിന്റെ ആഴവും പരപ്പും മനസ്സിലാക്കാൻ കഴിയും. ആ അറിവിന്റെ പുറത്ത് നിന്നാവണം അവരോട് സംസാരിക്കേണ്ടത്. നിങ്ങൾ അവരെ പരിഗണിക്കുന്നു എന്ന് അവരറിഞ്ഞാൽ നിങ്ങളോട് ഉള്ളു തുറന്ന് സംസാരിക്കാൻ അവർ തയ്യാറാവും. ഒറ്റയടിക്ക് ഇതൊക്കെ മോശമാണെന്ന് പറഞ്ഞ് അവരുടെ വികാരങ്ങളെ താഴ്ത്തിക്കെട്ടാതിരിക്കുക. നല്ല ബന്ധമാണ് എന്ന് പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കാനും തുനിയരുത്. ഭാവി ജീവിതത്തിന് ജോലി അനിവാര്യമാണെന്നും അതിന് പഠനത്തിൽ ശ്രദ്ധിക്കണമെന്നും കുട്ടികളെ പറഞ്ഞു മനസ്സിലാക്കുക. അതിന് മാതാപിതാക്കൾ അവരുടെ കൂട്ടുകാരായി മാറണം. ഉപദേശമല്ല അപ്പോൾ അവർക്ക് വേണ്ടത്, അവരുടെ വികാരങ്ങൾ മനസ്സിലാക്കുന്ന ഒരു ഉത്തമ സുഹൃത്തിനെയാണ്. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടി
കൂടെ പഠിക്കുന്ന ആൺകുട്ടിയെ കല്യാണം കഴിപ്പിച്ചു തരണം എന്ന് പറഞ്ഞ് അമ്മയെ സമീപിച്ച സംഭവം അടുത്ത കാലത്ത് കേൾക്കുകയുണ്ടായി. ഇഷ്ടപ്പെട്ട പലഹാരം വാങ്ങിച്ചു തരണം എന്ന് പറയുന്ന അതേ ലാഘവത്തോടെയുള്ള ഈ ഡിമാൻഡ് കൗമാര പ്രണയത്തിന്റെ ഒരു ഷോക്കേസ് പീസാണ്. കൗമാരക്കാരോട് ഒരു വാക്ക്, പ്രണയിക്കരുത് എന്ന് നിങ്ങളോട് പറയുന്നില്ല. പക്ഷെ ഓർക്കുക, പ്രണയത്തെക്കാളും വലുതാണ് ജീവിതം.